അപ്പൊ ഇത് ഇവിടെ നിരോധിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കടയടിച്ച് വിളിക്കേണ്ട കാര്യം അമ്മാര് തോന്നിയത് കാണിച്ച പ്രായമായവരുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നവരുണ്ട്. നേരത്തെ ബുക്ക് ചെയ്തോ? നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു, മെനങ്ങാന്ന് ബുക്ക് ചെയ്തായിരുന്നു. ആദ്യത്തെ പ്രാവശ്യമാണ് നമ്മളിത് മേടിക്കുന്നത്. അമ്മയ്ക്കിപ്പം വയ്യാത്തതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനത്തെ സൗകര്യം ഉള്ളതുകൊണ്ട് നന്നായി. സദ്യ സ്വിഗ്ഗി വഴി നമ്മൾ ബുക്ക് ചെയ്ത് രാവിലെ 10 മണിക്ക് ഡെലിവറി തരാമെന്ന് പറഞ്ഞു. 9:30 ആയപ്പോൾ അവിടെ ക്യാൻസലേഷൻ വന്നേക്കുന്നു. ഇപ്പൊ എവരോട് ചോദിക്കുമ്പോൾ എവർക്ക് അറിയത്തില്ല ഞങ്ങൾ അവരുമായിട്ട് കച്ചവടം ഇല്ലെന്ന്. ഇല്ലെങ്കിൽ അവർ ആ പരിപാടി നിർത്തണം. ഞാനാ ബുക്ക് ചെയ്തത്. ആ ഓൺ ഡോർ ഡെലിവറി കൊടുത്താൽ മതി, അവര് പിന്നെ ഷോപ്പിൽ വിറ്റാൽ മതി. സ്വിഗ്ഗിയായിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവർ പറയാം ഞങ്ങൾക്ക് അറിയത്തില്ല. സ്വിഗ്ഗി വഴിയാണ് ബുക്ക് ചെയ്തത്, കൺഫേം ആണ്, പേയ്മെന്റും പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് ഡെലിവറി പറഞ്ഞിട്ട് 9:30 ആയപ്പം ഒരു മെസ്സേജ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓണം ഇനി അടുത്ത ആഴ്ച അവരുണ്ടാക്കുമോ വേറെ? അപ്പൊ എവർ ഈ പരിപാടി ഇവിടെ നിർത്തണം. ആൾക്കാരെ വെട്ടിക്കുന്നത് അവർക്ക് അതിന് കപ്പാസിറ്റി ഇല്ല, അവർ ചെയ്യരുത്. ഇപ്പൊ ഇവരോട് സംസാരിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക? പറയുന്നത് അവർക്ക് അതിന് ഉത്തരവാദിത്വം ഇല്ല. സ്വിഗ്ഗി നിങ്ങളെ കച്ചവടം ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. നിങ്ങളുടെ ബോർഡ് വെച്ചിട്ടില്ലേ നമ്മുടെ കയ്യിൽ പൈസ വാങ്ങുന്നത്? അല്ല, സ്വിഗ്ഗിയാണോ കൊടുക്കുന്നത്? അപ്പൊ ഈ വെട്ടിപ്പ് ഇവിടെ നിർത്തണം. ഇവിടെ മാത്രമല്ല ഹോട്ടലുള്ള ഇവര് ഇത്രയും ആൾക്കാരെ പരസ്യം, നിങ്ങളെപ്പോലുള്ള മീഡിയകളെ പരസ്യം കൊടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണ്. ഈ ഓണം നാളെ ഇവിടെ വരാനില്ലല്ലോ. അപ്പൊ ഇത് ഇവിടെ നിരോധിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കടയടിച്ച് വിളിക്കേണ്ട കാര്യം അമ്മാര് തോന്നിയത് കാണിച്ച ഓരോരുത്തർ ഓണത്തിന് വീട്ടിൽ അത് ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്ന? ഇപ്പം അല്ലാതെ എവിടെയും കിട്ടാൻ ഒക്കത്തില്ല. ഇവരല്ലാതെ സദ്യ തരാന്ന് തരാൻ അവർ എഗ്രി ആവുന്നില്ല. അവരുടെ മിസ്റ്റേക്ക്, അവരത് കംപ്ലൈന്റ് ചെയ്യണ്ടേ? എന്താ നിങ്ങളെ പരസ്യം കൊടുത്താൽ മതിയോ? ആൾക്കാരെ പറ്റിക്കാൻ. നിങ്ങൾക്ക് അതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഓൺലൈൻ സെയിലിൽ നിർത്തണം. എന്താ ഇവർക്ക് എന്താ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? വലിയ ക്യൂ ആണ് രാവിലെ മുതൽ തന്നെ ഈ കടയ്ക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. നീണ്ട ക്യൂ ആണ്, ആ റോഡിലേക്കൊക്കെ നീണ്ടുന്ന ക്യൂ ആണ്. ഏതായാലും സദ്യ കഴിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇനി ബുക്ക് ചെയ്തിട്ട് നിൽക്കുന്നവരാണ്. അവർക്കൊരു കൂപ്പണൊക്കെ ഉണ്ട്. ഈ ടോക്കൺ നമ്പറൊക്കെ കൊടുത്താണ് അവരിങ്ങനെ നിൽക്കുന്നത്. ഈ പണ്ടൊക്കെ വീട്ടിലായിരുന്നു ഇങ്ങനെ ഓണസദ്യയൊക്കെ വെക്കുന്നതെങ്കിൽ ഇപ്പോൾ പലർക്കും പല അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ സദ്യ വാങ്ങാൻ വരുന്നവരുണ്ട്. ഈ പോകുന്നത് 4 സദ്യയാണ്. അതിൻ്റെ ഇലയും മറ്റ് സാധനങ്ങളും എല്ലാമായ ആ ബോക്സിൽ സദ്യ ഇങ്ങനെ ലഭിക്കും. അതുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഏതായാലും വലിയ തിരക്ക് ഇപ്പോഴും ഉണ്ട്. ഇനി 1-2 മണി വരെ ഏതായാലും അത്തരത്തിൽ വലിയ തിരക്കായിരിക്കും ഈ തരത്തിലുള്ള ഹോട്ടലുകൾക്ക് മുന്നിൽ.